നമുക്കിനി നമുക്കൊപ്പം നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടറായ ഷെവീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. ഷെവീദ്, എന്തെങ്കിലും വിവരങ്ങൾ ഷെവീദിന് കിട്ടിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഷിരൂരിൽ ഈ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ അത് ഷിരൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. സാനി എക്സ്കവേറ്റർ, അത് നമ്മൾ ഈ നേരത്തെ ട്രക്ക് കണ്ടെത്തിയ അവിടെ ഒരു റിവർ ബെഡ്, അതായത് ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നീങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എസ്കെൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവാലി പാലത്തിലാണ്. അതായത് നമുക്ക് നേരെ വിസിബിലിറ്റി കാണുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 9 ദിവസമായി തുടരുന്ന അരുൺ പൂപ്പറമ്പയും എന്നോടൊപ്പമുണ്ട്. നമുക്ക് ഏറ്റവും വിസിബിളായി ലൊക്കേഷൻ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാഴ്ചയിൽ നമ്മൾ കാണുന്നു, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സാനി എക്സ്കവേറ്റർ ആ നദീതീരത്തേക്ക് പോവുകയാണ്. ആ നദിക്കും ആ മൺകൂനയ്ക്കും നടുവിലാണ് അതുമായി ബന്ധപ്പെട്ട അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സാനി എക്സ്കവേറ്റർ നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിലെ തിരച്ചിൽ, അതൊരു സ്ക്യൂബ ഡൈവിങ്ങിന് മുൻപ് ആ പ്ലാറ്റ്ഫോമിലേക്ക് സാനി എക്സ്കവേറ്ററെ ഇറക്കുക എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 30 മീറ്റർ ദൂരമുണ്ട്. ആ നദിക്കരികിലേക്ക് ഉള്ള സ്ഥലത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ നിർമ്മിച്ചു എന്നുള്ളതാണ് അരുൺ പൂപ്പറമ്പ ഏറ്റവും ഒടുവിലും നമ്മൾ ഈ കാർവാർ ജില്ലാ കളക്ടറോട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. അങ്ങനെ ആ ഭാഗത്തേക്ക് സാനി എക്സ്കവേറ്റർ ഇറക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ശേഷമായിരിക്കും അവിടെ ഈ നേവി സംഘത്തിന്, ഡീപ്പ് ഡൈവ് ചെയ്യാനുള്ള സ്ക്യൂബ സംഘത്തിന് അവർക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയുക, അതല്ലെങ്കിൽ അർജുൻ്റെ ട്രക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയുക. അതിനുള്ള വഴിയൊരുക്കുകയാണ് ആദ്യ നടപടി എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വിവരം, അതൊരു സൂചനയായി തന്നെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല എസ്കേൻ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ അരുൺ പൂപ്പറമ്പ ഏതാണ്ട് ഒരു 2 മിനിറ്റ് മുൻപ് കാർവാർ ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു യോഗത്തിലായിരുന്നു. എന്താണ് ആക്ഷൻ പ്ലാൻ എന്നുള്ള കാര്യം അരുൺ പൂപ്പറമ്പ കൂടി നമ്മളോട് വിശദീകരിക്കും. അരുൺ, അടുത്തൊരു ആക്ഷൻ പ്ലാൻ ഇതിനകത്ത് എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ നേവി സംഘം പൂർണ്ണ സജ്ജമാണ്. കാലാവസ്ഥ അനുകൂലമായാൽ അവരുടെ രക്ഷാപ്രവർത്തന നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നതാണ് പറയുന്നത്. പുഴയിൽ നല്ല ശക്തമായ അടിയൊഴുക്കുണ്ട്. ഇന്നലെയും അതാണ് പ്രതികൂലമായി ബാധിച്ചത്. അവർ റെഡിയായി നിന്നു. ഈ ലോറി ലൊക്കേറ്റ് ചെയ്തു, കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തു. പക്ഷേ അവർക്ക് ഡൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഡീപ്പ് ഡൈവ് ചെയ്താൽ മാത്രമേ അതിൻ്റെ മറ്റ് നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, നിലവിൽ ഇതിൻ്റെ ആദ്യ നടപടി അങ്ങനെയാണ്. നിലവിൽ ഇപ്പോൾ താൽക്കാലികമായ ഒരു പ്ലാറ്റ്ഫോം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടെ താൽക്കാലികമായിട്ട് പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ നേവിയുടെ ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഈ ഡൈവ് ചെയ്യും. അതിനുശേഷം ആദ്യ പരിഗണന ഈ ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യ പരിഗണന. അങ്ങനെയാണെങ്കിൽ ആ അർജുനെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പരിഗണന എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അതിനുശേഷം ഈ ലോറി ലോക്ക് ചെയ്യും. ലോറി ലോക്ക് ചെയ്ത ശേഷമായിരിക്കും പിന്നീട് ഇത് പുറത്തെത്തിക്കുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് എത്തിക്കുന്ന നടപടിയിലേക്ക് പോവുക. എന്തായാലും അവരുടെ ടീം സജ്ജമാണ്. നേവിയുടെ സംഘം, നേവി ആയിരിക്കും ഇതിൽ പ്രധാന ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുക എന്നതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. കരസേനയുടെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ നിലവിൽ ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ ഒരു ഗതി, പുഴയുടെ നിലവിലെ ഘടന അവർ പരിശോധിക്കുകയാണ്. നിലവിൽ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കളക്ടറുടെ, ജില്ലാ പോലീസ് മേധാവി, വിവിധ സേനാ വിഭാഗങ്ങളുടെ ദൗത്യ സംഘ പ്രതിനിധികളെല്ലാം ഒരു അടിയന്തരമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് നമ്മൾ ജില്ലാ കളക്ടറോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. പൂർണ്ണ സജ്ജമാണെന്നാണ് പറയുന്നത്. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എസ്കേൻ, അതാണ് ഏറ്റവും ഒടുവിൽ കാർവാർ ജില്ലാ കളക്ടർ. എസ്കേൻ, നമുക്ക് ഈ ഭൂപ്രകൃതി ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഭൂപ്രകൃതി മനസ്സിലാക്കാൻ കഴിയും. എസ്കേൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവാലി പുഴയോരത്ത് ചേർന്നൊരു തുരുത്തിലാണ്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ദൂരെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന തുരുത്ത് കാണാം, ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലം കാണാം. ഇതാണ് ഈ കൊങ്കൺ ജോഗ്രഫി എന്ന് പറയുന്നത്. സ്കേൻ, ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ചുറ്റപ്പെട്ട നിലയിൽ മലനിരകളുണ്ട്. അത് വലിയ മലനിരകളാണ്. ആ മലനിരകൾക്ക് ഒരിടത്ത് നിന്നാണ് ഈ മണ്ണിടിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കാണാതായത്. 10ാം ദിവസത്തിലേക്ക് കടക്കുന്നു ഈ മലനിരകൾ. അതിനുശേഷം ഈ നദിയാണ് സ്കേൻ. ഈ നദിയിലെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഈ അണ്ടർ കറൻസ് വെല്ലുവിളിയാകും എന്നുള്ളതായിരുന്നു ഇന്ദ്രബാലൻ സാർ അടക്കം നമ്മളോട് പറഞ്ഞ കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ നദിയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. അത് സ്ക്യൂബ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അരുൺ പൂപ്പറമ്പ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏതാണ്ട് 4 മണിക്ക് ശേഷം ഡീപ്പ് ഡൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ അണ്ടർ കറൻസ്, അടിയൊഴുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്നലെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലകളിലൊക്കെ വലിയ തരത്തിലുള്ള മഴ ലഭിച്ചു. ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്നുണ്ട് ഗംഗാവാലി നദി എന്നുള്ള കാര്യം നമുക്ക് കൺമുന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ
ആ ഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവിടെ ഇപ്പോൾ ആ സാനി എക്സ്കവേറ്റർ പതുക്കെ നീങ്ങിയ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു സൂം വിഷ്വൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു അടിയന്തര യോഗം അത് ശിരൂരിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ പതുക്കെ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാനി എക്സ്കവേറ്റർ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സാനി എക്സ്കവേറ്റർ ഇനി അല്പസമയം മുൻപ് അരുൺ പൂപ്പറമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങും. ഇനി ഇക്കാര്യത്തിൽ നേവി അടക്കമുള്ള ആളുകൾ ചില തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ള വിവരം കൂടി അരുൺ പൂപ്പറമ്പ് നമ്മളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കണം ഈ ഓപ്പറേഷൻ മെത്തേഡ്, എങ്ങനെ ഈ ഓപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ രാവിലത്തെ മീറ്റിംഗ്, അതായത് ഏതാണ്ട് 7:05 കൂടി ചേർന്ന മീറ്റിംഗിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. അരുൺ പൂപ്പറമ്പ്, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇനി എന്ത് ആക്ഷൻ എന്നുള്ളതാണ്. അടിയന്തര ആക്ഷൻ എന്തായിരിക്കും ഇനി? അതിനാണ് ഇപ്പോൾ നിലവിൽ കർവാർ ജില്ലാ ആസ്ഥാനത്ത് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. നേവിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ എന്തായാലും ഇതിൽ ഒരു പ്ലാൻ എന്തായാലും ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കരയിൽ നിന്നും 20 മീറ്റർ മാറി പുഴയിലാണ് നിലവിൽ ഈ ലോറി ഉണ്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ 15 അടി താഴ്ചയിലാണ് എന്നതാണ് ഈ നേവിയുടെ ഒരു കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലം. അവിടെ നിലവിൽ ഒരു താൽക്കാലികമായിട്ടുള്ള പ്ലാറ്റ്ഫോം റെഡിയാണ്. ആ പ്ലാറ്റ്ഫോം നിലവിൽ റെഡിയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നുള്ളത് ഈ നേവി സംഘം, അതായത് ഈ മുങ്ങൽ വിദഗ്ധർ ഡീപ്പ് ഡൈവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്താൽ മാത്രമേ അവർക്ക് പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ട്രക്കിൻ്റെ ഒരു ഗതി ഉൾപ്പെടെ കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ. ആദ്യ പരിഗണന എന്തായാലും അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആദ്യ പരിഗണന റെസ്ക്യൂ ആണ്. അതിനുശേഷം ഈ ലോറി ലോക്ക് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ലോറി ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മുകളിലോട്ട് ഉയർത്തുന്ന ആ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഈ പ്ലാറ്റ്ഫോം റെഡിയായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ ലോറി കരക്കേക്ക് എത്തിക്കുക എന്നതാണ് നിലവിലെ നേവിയുടെ പ്ലാൻ. അല്പസമയത്തിനകം അതിലൊരു അന്തിമ രൂപം കൂടി വരും. അതിനുശേഷമായിരിക്കും ഈ കാലാവസ്ഥയുടെ ഒരു ഘടന കൂടി പരിശോധിച്ച ശേഷമായിരിക്കും എത്ര മണിയോടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം, അതായത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് അല്പസമയത്തിനുള്ളിലെത്തും. ശേഷം അവരവിടെ സ്പോട്ട് ചെയ്യും. ഇപ്പോൾ NDRF സംഘം, നേവി സംഘം, കരസേനാ സംഘം ഇവർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ മറ്റു ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് സ്കെയിൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ഈ തിരച്ചിൽ നടത്തുക. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ നദിയുടെ അടുത്തേക്ക്, അതായത് ലോറി കണ്ടെത്തിയ ആ സ്പോട്ടിലേക്ക് കുറച്ചുകൂടി റിവർ ബെഡ് ഒരുക്കി, അതായത് മണ്ണിട്ട് നികത്തിയ ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടി അങ്ങോട്ടേക്ക് നമുക്ക് ആ യന്ത്രക്കൈ 60 ഫീറ്റ് നീളമുള്ള നമ്മുടെ യന്ത്രക്കൈ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അതിനുശേഷം പതുക്കെ ഇതിന്റെ ഒരു പ്രിസൈസ് ലൊക്കേഷൻ കണ്ടെത്തണം. നമ്മൾ ഇന്നലെ വളരെ രാത്രി ഏതാണ്ട് 12:30 കൂടിയാണ് ഇന്ദ്രബാലൻ സാറുമായി സംസാരിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിലും, മഴ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിലും, അണ്ടർ കറൻസ് ഉണ്ടെങ്കിലും, കാറ്റുണ്ടെങ്കിലും ഇന്ന് ഡ്രോൺ പറത്തും. കാരണം അത്രയധികം ഇച്ഛാശക്തിയോടുകൂടി കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതൊരു വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് സ്കാൻ നമ്മൾ ഇവിടെ നിന്ന് ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായി ലഭ്യമാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, രാവിലത്തെ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ ഇന്നത്തെ ഓപ്പറേഷൻ പ്ലാൻ, എങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് 2 പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും ഹെലിക്യാം ദൃശ്യങ്ങളും ശിരൂരിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ദൃശ്യം വെരി ക്ലോസ് ടു റിവർ, അതായത് നദിയോട് ചേർന്നൊരു ഭാഗത്ത് നിന്ന് വളരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഒരു സൈഡ് ഭാഗത്ത് നിന്നുള്ളൊരു സാധനം കൂടി, ഒരു വിഷ്വൽ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മൾ എല്ലാ കണ്ണുകളും വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ എവിടെ, അർജുൻ്റെ ട്രക്ക് എവിടെ എന്നുള്ളതാണ്. അതിൽ SK ഇന്നലെ 3 മണിക്ക് ആദ്യ സിഗ്നൽ സൈന്യം അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ആ സമയം മുതൽ വലിയ പോസിറ്റീവായ ഒരു റിസൾട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. കാരണം 9 ദിവസമായി തുടരുന്ന രക്ഷാപ്രവർത്തനത്തിൽ പലതരത്തിലുള്ള പഴികൾ കർണാടക സർക്കാരും റെസ്ക്യൂ സംഘവും കേട്ടു. പക്ഷെ അവർ എന്നിട്ടും ആവർത്തിച്ചു പറയുന്നു, ഞങ്ങളത് കണ്ടെത്തും. അങ്ങനെ കണ്ടെത്താനുള്ള മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. സ്കെയിൻ നമുക്ക് വീണ്ടും ഇതിൽ ഒരു തിരിച്ചടി അതുണ്ടായിരിക്കുന്നു. മഴ തുടങ്ങിയിരിക്കുന്നു. ഈ മഴ ഇപ്പോൾ സ്കെയിൻ ഇവിടുത്തെ ഒരു മഴയുടെ സ്വഭാവം നേരത്തെ അശ്മിയൊക്കെ സൂചിപ്പിച്ചതാണ്. തുള്ളിക്കൊരു കുടം. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഴ പെയ്യും, അത് ശക്തമായ മഴയായിരിക്കും. അവിടെ നമുക്ക് കാറ്റിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള കാറ്റ്. ഇന്നലെ ഈ നേവി സംഘം ഡീപ്പ് ഡൈവിനായി അവരുടെ ഡിങ്കി ബോട്ടുകളിൽ പോകുമ്പോൾ അവർക്കത് ദിശ ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അരുൺ പൂപ്പറമ്പ്, ഏതായാലും മഴയുണ്ട്. അരുൺ ഈ ജോഗ്രഫി അറിയാവുന്ന ആളാണ്. ഈ അടിയൊഴുക്ക് എങ്ങനെ, ജലനിരപ്പ് എങ്ങനെ?
തീർച്ചയായിട്ടും മഴയാണ്, കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിനെ ഈ ഡീപ്പ് ഡൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ നടപടിക്രമം. ഇന്നലെയും ഈ ലോറി കണ്ടെത്തിയെന്ന സ്ഥിരീകരണം വന്നതിന് ശേഷം ഈ നേവിയുടെ സംഘം അവർ ആ പോയിന്റ് ഔട്ടിൽ അവർ കാത്തിരുന്നു. അവർ കൃത്യമായി സജ്ജമായി കാത്തിരുന്നു. എപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ ഡീപ്പ് ഡൈവ് ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കാൻ അവർ കാത്തിരുന്നു. പക്ഷേ ഇന്നലെ കാലാവസ്ഥ അനുകൂലമായില്ല. ഈ പുഴയുടെ ഒരു ഘടന നമുക്ക് പറഞ്ഞാൽ ശക്തമായ അടിയൊഴുക്കാണ്. ശക്തമായ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ നേവി സംഘം അവർ ഈ മുങ്ങൽ വിദഗ്ധർ ഇതിൽ ഡൈവ് ചെയ്ത് പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ചാടിയാൽ 10 മീറ്റർ 20 മീറ്റർ വെർട്ടിക്കലി മാറിപ്പോകുന്നു. അതായത് അവർക്കൊരു പൊസിഷൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര വിധത്തിൽ അടിയൊഴുക്കുള്ള ഒരു പുഴയാണ്. സ്വാഭാവികമായും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചില ആളുകൾ പറയുന്നു നമ്മൾ രക്ഷാദൗത്യം നടത്തുന്ന ആളുകളെ വഴിതെറ്റിച്ചു മാധ്യമപ്രവർത്തകർ എന്നൊക്കെ രീതിയിൽ വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയല്ല, നമുക്ക് 24-ന്റെ കാര്യം പറയാനാണ് താല്പര്യം. എന്നാൽ പോലും പൊതുവേ ഞാൻ പറയാം, ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യസേന എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഒരുപാട് ദുർഘട സാഹചര്യം, ഇതിനേക്കാളും വലിയ വടക്കിഴക്കൻ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ ഒരുപാട് ദുഷ്കരമായ ഈ മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിലും ആസാം പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ആർമിയുടെയും നേവിയുടെയും ഒക്കെ ആളുകളാണ് അവിടെ രക്ഷാദൗത്യ സംഘമായിട്ട് എത്തിയിട്ടുള്ളത്. അവർ ശരിക്കും നമ്മൾ മാധ്യമപ്രവർത്തകർ പറയുന്നതനുസരിച്ച് സെർച്ച് നടത്തുകയൊന്നും ചെയ്യില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വളരെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ഉത്തരവാദപ്പെട്ട രീതിയിൽ അവരുടെ നേതൃത്വ നിര പറയുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അല്ല നമ്മളിപ്പോൾ നമ്മുടെ ഒരു മലയാളം വാർത്താ ചാനലിൽ അവിടെയല്ല ലോറി കിടക്കുന്നത്, കിഴക്ക് ഭാഗത്തായിട്ടാണ് ലോറി കിടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ വിശ്വസിച്ച് കളയരുത്. മീഡിയയുടെ കൽപ്പനകൾ അനുസരിച്ചാണ് ഈ ദൗത്യ സംഘം അവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നത്. കാര്യം ഇതൊരു ദുഷ്കരമായ ഓപ്പറേഷനാണ്. പ്രൊഫഷണലുകളാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ നമുക്കിതിനകത്തൊരു എക്സ്പീരിയൻസും ഇല്ല. നമുക്ക് കാണുന്ന കാര്യങ്ങൾ, കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ, കാഴ്ചവട്ടത്തിലുള്ള സംഭവങ്ങൾ ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ വിദഗ്ധരായ ഈ രംഗത്ത് ശാസ്ത്രീയ അവബോധമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്ത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് മാത്രമല്ലാതെ ഇതിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല മാധ്യമപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അത് നന്നായി അറിയാവുന്നവരാണ് രക്ഷാദൗത്യ സംഘങ്ങൾ. അവർ രക്ഷാദൗത്യക്കാർ ഒരിക്കലും നമ്മുടെ വാക്കുകൾ കേട്ട് അന്വേഷണം നടത്തുമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിച്ച് കളയരുത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാവുപിഴയായിട്ട് നിങ്ങൾ എടുത്താൽ മതി. നമ്മളങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല.